പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു പഠനത്തിൽ ഉപകാരസ്മരണ ഉദാത്തമായ സന്തുഷ്ടി നേടാൻ നമ്മെ സഹായിക്കുമെന്ന് തെളിയിക്കുകയുണ്ടായി. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഒന്നൊന്നായി നന്ദിപൂർവ്വം സ്മരിക്കുകയും ഡയറിയിൽ രേഖപ്പെടുത്താൻ സമയം കണ്ടെത്തുകയും ചെയ്തവർക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കാര്യമായി വർദ്ധിച്ചതായി അനുഭവപ്പെടുത്തുകയുണ്ടായി. അത് 6 ആഴ്ചയോളം അവരിൽ നിലനിൽക്കുകയും ചെയ്യും. ഇപ്രകാരം ചെയ്യാത്ത ഗ്രൂപ്പിലുണ്ടായിരുന്നവർക്ക് അതുപോലുള്ള യാതൊരു നേട്ടവും ലഭിക്കുകയുണ്ടായില്ല. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ ഉപകാരസ്മരണ ശരീരാരോഗ്യവും ഊർജ്ജസ്വലതയും പ്രാധാന്യം ചെയ്യുകയും വേദനയും ക്ഷീണവും അകറ്റുകയും ചെയ്യുമെന്ന് കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ടാണ് ദി പവർ ഓഫ് ഇൻഡർഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നത്: നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഉപകാരസ്മരണകളുള്ളവനാകുക. ല്യൂബോ മിർസ്കി നടത്തിയ പഠനത്തിൽ ആഴ്ചയിൽ 5 കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 5ഉം ഒരു ദിവസം തന്നെ ചെയ്യുന്നവർക്ക് കൂടുതൽ സന്തോഷം കൈവരിക്കാൻ കഴിഞ്ഞു. ആശുപത്രി രോഗികളെ സന്ദർശിക്കുക, സുഹൃത്തിനെ സഹായിക്കുക, അയൽക്കാരെ ജോലിയിൽ സഹായിക്കുക, മുത്തശ്ശിക്കോ മുത്തശ്ശനോ കത്തെഴുതാൻ സമയം കണ്ടെത്തുക തുടങ്ങിയ പ്രവൃത്തികളും സന്തോഷദായകമത്രേ. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സെലിഗ്മാമിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ സന്തുഷ്ടിയുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഉപകാരസ്മരണ സന്ദർശനമാണ്. നമുക്ക് കടപ്പാടുള്ള, നമ്മെ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ നന്ദിപൂർവ്വം ഓർക്കുകയും അവരെ സന്ദർശിച്ച് ഉപകാരസ്മരണ അറിയിക്കുകയും ചെയ്യുന്നത് അത്ഭുതകരമായ ആനന്ദാനുഭവം ലഭിക്കുന്നതിന് കാരണമാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും അടുത്തിടപഴകുന്നതും തികച്ചും ഉന്മേഷദായകമായാണ്. മിക്കവാറും എല്ലാവരും മറ്റുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടനായിരിക്കും. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന സാമൂഹ്യ ബോധമാവാം അതിനു കാരണം.